അപ്പം അങ്ങനെ 3 ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻസ് എക്സൽ തരുന്നുണ്ട്. ഫയൽ ലെവൽ പ്രൊട്ടക്ഷൻ, ഷീറ്റ് ലെവൽ പ്രൊട്ടക്ഷൻ ആൻഡ് സെൽ ലെവൽ പ്രൊട്ടക്ഷൻ. ഇവിടെ ഈ ഒരു കോളത്തിൽ ഫുള്ള് ഫോർമുലയുണ്ട്, ഇതിൽ ഫോർമുലാസ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ഷീറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് ഫോർമുല കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമസ്കാരം. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള യൂസേജ് തടയാനൊക്കെ വേണ്ടിയിട്ടും ആവശ്യമില്ലാത്തവർക്ക് ചില ഡാറ്റ നമുക്ക് കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂളുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എക്സലിൽ 3 ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻസ് പോസിബിൾ ആണ്. ഒന്ന് ഫയൽ ലെവൽ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ തന്നെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഫയൽ പ്രൊട്ടക്ഷനിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ആ പാസ്വേഡ് അറിയാവുന്നവർക്ക് മാത്രമേ ഈ ഫയൽ തുറക്കാൻ തന്നെ പറ്റുള്ളൂ. രണ്ടാമത്തേത് മോഡിഫൈ ചെയ്യാൻ, ഫയൽ പ്രൊട്ടക്ഷനിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ്. അപ്പം ഫയൽ തുറക്കാനുള്ള പാസ്വേഡ് അറിയാവുന്നവർക്കാണെങ്കിലും മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ് അറിയാവുന്നവർക്ക് മാത്രമേ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കൂ. അല്ലാത്തവർക്ക് ഇത് ചേഞ്ചസ് ഒന്നും അതിനകത്ത് വരുത്താൻ സാധിക്കില്ല. അങ്ങനെ 2 ലെവലാണ് ഫയൽ പ്രൊട്ടക്ഷനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഷീറ്റ് പ്രൊട്ടക്ഷനാണ്. ഒരു ഷീറ്റ്, നമുക്കിപ്പോൾ 5-6 ഷീറ്റുള്ള ഒരു ഫയലാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഷീറ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക. അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പാസ്വേഡ് അറിയാവുന്നവർക്ക് മാത്രമേ ആ ഷീറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ സെല്ലുകൾ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാം. ബാക്കി എല്ലാത്തിലും എന്ത് വേണമെങ്കിലും ആളുകൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 3 ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻസ് എക്സൽ തരുന്നുണ്ട്. ഫയൽ ലെവൽ പ്രൊട്ടക്ഷൻ, ഷീറ്റ് ലെവൽ പ്രൊട്ടക്ഷൻ ആൻഡ് സെൽ ലെവൽ പ്രൊട്ടക്ഷൻ. നമുക്ക് ആദ്യത്തേത് ഫയൽ ലെവൽ പ്രൊട്ടക്ഷനിലേക്ക് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫയൽ ലെവൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഫയൽ സേവ് ചെയ്യുമ്പോഴാണ് ഈ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഐ ഗോ ടു ഫയൽ, സേവ് ആസ്, അതിൽ ബ്രൗസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട പാത്ത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയലിന് ഒരു പേരും കൊടുക്കുന്നു, ടെസ്റ്റ് പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു പേര് ഞാൻ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇവിടെ ടൂൾസ്, സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ടൂൾസ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജനറൽ ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 കാര്യങ്ങൾ ചോദിക്കും. പാസ്വേഡ് ടു ഓപ്പണും ചോദിക്കും, പാസ്വേഡ് ടു മോഡിഫൈയും ചോദിക്കും. നമുക്കിത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ടും സെറ്റ് ചെയ്യാം, 2 വേണമെങ്കിൽ 2 സെറ്റ് ചെയ്യാം. എനിക്ക് മോഡിഫൈ പാസ്വേഡ് മാത്രം സെറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം കൊടുക്കാം. അല്ലെങ്കിൽ ഓപ്പൺ പാസ്വേഡ് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഓപ്പൺ ചെയ്യാവുന്നവർക്ക് എല്ലാം മോഡിഫൈയും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി അതല്ല 2 സെറ്റ് ചെയ്യണമെങ്കിൽ 2 സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പാസ്വേഡ് ടു ഓപ്പൺ ഞാൻ ജസ്റ്റ് ഒരു 4 ഡിജിറ്റ് പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. മോഡിഫൈയിൽ ഞാൻ അതേപോലെ ഒരു 4 ഡിജിറ്റ് പാസ്വേഡ് ഞാൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു. ഇത് ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്യാൻ പറയും. നമ്മൾ മറ്റുള്ള ഇതിലൊക്കെ ഉള്ള പോലെ തന്നെ ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് ഞാൻ ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡും ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്യുന്നു. എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫയൽ നമുക്ക് ഇവിടെ കാണാം. ഇനി ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫയൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ പാസ്വേഡ് എൻറ്റർ ചെയ്താൽ മാത്രമേ ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് അറിയാവുന്നവർക്ക് അത് എൻറ്റർ ചെയ്യാം. ഞാൻ പാസ്വേഡ് കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കും മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അതറിയാത്തവർക്ക് റീഡ് ഓൺലി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാനത് ചെയ്യുന്നു. റീഡ് ഓൺലിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. റീഡ് ഓൺലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിപ്പോൾ ഒരു ചേഞ്ച് ഞാൻ വരുത്തി എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ചൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് മോഡിഫൈ പാസ്വേഡിൻ്റെ പ്രത്യേകത? എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചേഞ്ച് ചെയ്ത ഈ ഒരു ഫയൽ, ഇപ്പോൾ ആ ഫയലിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി, ഈ രീതിയിൽ നമുക്ക് ഈ ടെസ്റ്റ് പ്രൊട്ടക്റ്റ് എന്നുള്ള പേരിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഇതിന് എനിക്ക് ഈ ടെസ്റ്റ് പ്രൊട്ടക്റ്റ് എന്നുള്ള പേരിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഈ ഫയൽ ഞാൻ സേവ് ചെയ്യണമെങ്കിൽ വേറൊരു പേരിൽ സേവ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒറിജിനലായിട്ടുള്ള ഈ ടെസ്റ്റ് പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഈ ഒറിജിനൽ ഫയലിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള ചേഞ്ചും വരുത്തിയിട്ട് ഞാൻ കൺട്രോൾ എസ് കൊടുത്ത് ഞാൻ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ വി കാൺട്ട് സേവ് എന്നുള്ളൊരു എറർ നമുക്ക് വരും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് സേവ് ആസിൽ പോയിട്ട് നമുക്ക് മറ്റൊരു പേരിൽ വേണമെങ്കിൽ ഈ ഫയലിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അതിൽ സേവ് ചെയ്യാം. ഒറിജിനൽ ഫയലിൽ നമുക്കൊരു ചേഞ്ചും നമുക്ക് വരുത്തിയിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ആർക്കാ സാധിക്കുന്നത്? അത് മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ് അറിയാവുന്നവർക്ക് മാത്രമാണ് അത് സാധിക്കുക. നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുന്നു. പാസ്വേഡ് മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതും കൊടുക്കുന്നു. അത് കൊടുത്ത് ഞാൻ എൻ്റർ അടിച്ചു. ഇപ്പം എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇനി ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് ആ ചേഞ്ചും കൂടെ എനിക്ക് സുഖമായിട്ട് സേവ് ചെയ്യാം. കൺട്രോൾ എസ് അടിച്ചു കഴിയുമ്പോൾ അത് സേവ്ഡ് ആയി. അപ്പോൾ മോഡിഫൈ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫയൽ ലെവൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡും മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷീറ്റ് ലെവൽ പ്രൊട്ടക്ഷനാണ്. അടുത്ത ലെവൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഷീറ്റ് ലെവൽ പ്രൊട്ടക്ഷനാണ്. ഒരു ഉദാഹരണത്തിന് എനിക്ക് ഈ ഒരു ഷീറ്റ്, ഫുഡ് സെയിൽസ് എന്ന പേരുള്ള ഈ ഒരു ഷീറ്റ് എനിക്ക് മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇത് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഷീറ്റ് കാണാനേ പറ്റുള്ളൂ, അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ആ രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിവ്യൂ ടാബിലേക്ക് പോയി അതിൽ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡിൽ നമ്മൾ 1234 എന്നുള്ളൊരു പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് അലൗ ഓൾ യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് അറിയാത്തവർക്കും അറിയുന്നവർക്കും എന്തൊക്കെ ഓപ്ഷൻസ് ഇപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊക്കെ അതോറിറ്റീസ് നമുക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. ഇവിടെ നമുക്ക് ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത് സെലക്ട് ലോക്ക്ഡ് സെൽസും സെലക്ട് അൺലോക്ക്ഡ് സെൽസുമാണ്. ഇപ്പോൾ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സെല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും, അൺലോക്ക്ഡ് ആയിട്ടുള്ള സെല്ലുകളും സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റ് ഫോർമാറ്റ് സെല്ലുകളോ ഫോർമാറ്റ് കോളംസോ ഫോർമാറ്റ് റോസോ ഇതൊന്നും പറ്റില്ല. ഈ വക ഒരു അധികാരങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ പാസ്വേഡ് അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓക്കെ നമ്മൾ കൊടുക്കുന്നു. ആ പാസ്വേഡ് ഒന്നും കൂടെ നമ്മൾ റീ എൻ്റർ ചെയ്യുന്നു. ഓക്കെ എന്ന് കൊടുത്തു. ഇപ്പോൾ ഈ ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ എന്തെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ എറർ വരുന്നത്. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യാനോ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. ഒരു സെല്ലുകൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതല്ലാതെ നമുക്ക് ഈ സെല്ലുകളൊന്നും തൊടാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഒരു റോ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റോ അൺഹൈഡ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇതിനകത്ത് സാധിക്കില്ല. അതാണ് ഷീറ്റ് ലെവൽ പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ നമ്മൾ റിവ്യൂ ടാബിൽ പോയി അൺപ്രൊട്ടക്ട് ഷീറ്റിൽ പോയിട്ട് പാസ്വേഡ് അറിയാവുന്നവർക്ക് പാസ്വേഡ് കൊടുത്ത് അത് അൺലോക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഷീറ്റ് ലെവൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെൽ ലെവൽ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ സെല്ലുകളിൽ ആരും തൊടണ്ട. ബാക്കി എല്ലാ സെല്ലുകളിലും എൻ്റർ ചെയ്തോട്ടെ, ബാക്കി എല്ലാ സെല്ലുകളിലും അവർ ഡേറ്റ എൻ്റർ ചെയ്തോട്ടെ, എല്ലാം ചെയ്യാം. പക്ഷേ ചില പർട്ടിക്കുലർ സെല്ലിൽ, ഇവിടെ ഒരു ഉദാഹരണത്തിൽ ഞാൻ എടുക്കുന്നത്, ഇവിടെയൊക്കെ ഞാൻ കുറേ ഫോർമുലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോളത്തിൽ ഫുള്ള് ഫോർമുലയുണ്ട്, ഇതിൽ ഫോർമുലാസ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ഷീറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് ഫോർമുല കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ സെല്ലുകൾ, ഫോർമുല കൊടുത്തിട്ടുള്ള എല്ലാ സെല്ലുകളും ലോക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളത് തൊട്ടിട്ട് പ്രശ്നമാവാൻ പാടില്ല. ആ ഫോർമുലകളിൽ ചെറിയ മാറ്റം വന്നാൽ പോലും നമ്മുടെ മൊത്തം ഡേറ്റയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ആ സെല്ലുകളിലൊന്നും ആരും ഒന്നും തൊടാൻ പാടില്ല. ആ രീതിയിൽ എനിക്ക് ഈ സെല്ലുകൾ മാത്രം, ചില സെല്ലുകൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷീറ്റിൽ എവിടെയൊക്കെ ഫോർമുലകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഷീറ്റിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. നമുക്ക് ഈ ഒരു കോളത്തിലും ഇവിടെയും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞുതരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ജി ഫോർ ഗോ ടു എന്നുള്ളതാണ്. ഗോ ടു. അപ്പോൾ കൺട്രോൾ ജി പ്രസ് ചെയ്യുന്നു. കൺട്രോൾ ജിയിൽ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഫോർമുലാസ് എന്ന് പറയുന്ന ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഫോർമുലകൾ ഉള്ള സെല്ലുകൾ മുഴുവനും സെലക്ട് ചെയ്തതായിട്ട് കാണാം. ഇപ്പം ഈ രീതിയിലാണ് നമുക്ക് ഫോർമുല ഉള്ള സെല്ലുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്.
ഓക്കെ, സെലക്ട് ചെയ്താലല്ലേ നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്കതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ സെല്ലുകൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ 2-3 സ്റ്റെപ്പുകളുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, പറ്റുമെങ്കിൽ ഒരു നോട്ടായിട്ട് എഴുതി വെക്കുക, ചെയ്തു നോക്കുക, അപ്പോഴേ ഇത് ഓർമ്മ വരുള്ളൂ. അപ്പോൾ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഫയൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. പക്ഷേ സെല്ലുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 2-3 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യാം. എങ്ങനെയാണ് കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എ അല്ല, കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ഉള്ള ഭാഗം മാത്രമാണ് സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ കൺട്രോൾ എ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ പകരം ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഷീറ്റ് സെലക്റ്റഡ് ആവും. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. അത് കഴിഞ്ഞ് കൺട്രോൾ 1 പ്രസ് ചെയ്യുക, കൺട്രോളും 1 കീയും പ്രസ് ചെയ്യുക. അതിനകത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് പോവുക. അതിലിപ്പോൾ നിലവിൽ ലോക്ക്ഡ് എന്നുള്ളത് എനേബിൾഡ് ആയിരിക്കും, അത് നമ്മൾ ഡിസേബിൾ ചെയ്യാം. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ദിസ് ഈസ് സ്റ്റെപ്പ് നമ്പർ 2. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ 1 പ്രസ് ചെയ്തിട്ട് പ്രൊട്ടക്ഷനിൽ പോയിട്ട് ആ ലോക്ക്ഡ് ഡിസേബിൾഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ജി പ്രസ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫോർമുലകൾ ഉള്ള സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. ഫോർമുലാസ്, ഓക്കെ. അപ്പോൾ ആ സെല്ലുകൾ മാത്രം സെലക്റ്റഡ് ആയി. ഇനി വീണ്ടും നമ്മൾ കൺട്രോൾ 1 പ്രസ് ചെയ്യുന്നു. അതിനുശേഷം പ്രൊട്ടക്ഷനിലേക്ക് പോയിട്ട് നമ്മൾ ലോക്ക്ഡ് എന്നുള്ള ബട്ടൺ നമ്മൾ വീണ്ടും എനേബിൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു. ഇപ്പം നിലവിൽ ഈ ഫോർമുലകളുള്ള സെല്ലുകളൊക്കെ ലോക്ക്ഡ് ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രോസസ്സ് മുഴുവനും കഴിഞ്ഞിട്ടില്ല. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എഗെയിൻ റിവ്യൂവിൽ വന്ന് പ്രൊട്ടക്റ്റ് ഷീറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഷീറ്റും കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പ്രൊട്ടക്ഷൻ ഷീറ്റിൻ്റെ അതേ സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ എന്ന് കൊടുത്തു. ഇനി നോക്കിക്കോളൂ, ഇനി എനിക്ക് ഈ വക സെല്ലുകളിലെല്ലാം എനിക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും എനിക്ക് വരുത്താം. പക്ഷേ ഈ സെല്ലുകളിൽ ഈ ഫോർമുല ഉള്ള ഒരു സെല്ലുകളും എനിക്ക് തൊടാൻ പോലും എനിക്ക് പറ്റില്ല. ഐ ക്യാൻ ഓൺലി സെലക്ട് ഇറ്റ്. എനിക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ആ ഫോർമുല ബാറിൽ പോയി കഴിഞ്ഞാൽ അതിൽ എന്താ ഫോർമുല എന്നുള്ളത് കാണാം എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഈ ഫോർമുലകളിൽ ഒരു ചേഞ്ചും വരുത്താനായിട്ട് പറ്റില്ല. അതാണ്, ഈ രീതിയിലാണ് നമുക്ക് ചില സെല്ലുകൾ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ സെൽ പ്രൊട്ടക്ഷൻ മാത്രം ഞാനൊന്ന് അതിൻ്റെ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം കംപ്ലീറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ 1 പ്രസ് ചെയ്യുന്നു. അതിൽ പ്രൊട്ടക്ഷൻ ടാബിലേക്ക് പോയി ആ ലോക്ക്ഡ് എടുത്ത് കളയുന്നു. അതിനുശേഷം നമുക്ക് ലോക്ക് ചെയ്യേണ്ട സെല്ലുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കൺട്രോൾ 1 പ്രസ് ചെയ്ത് ആ ലോക്ക്ഡ് വീണ്ടും എനേബിൾഡ് ആക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റിവ്യൂ ടാബിലേക്ക് വന്നതിന് ശേഷം പ്രൊട്ടക്ട് ഷീറ്റിൽ പോയിട്ട് ആ ഷീറ്റ് പ്രൊട്ടക്ഷൻ്റെ ആ ഒരു സ്റ്റെപ്പുകളും കൂടെ നമ്മൾ വീണ്ടും ചെയ്യുന്നു. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെല്ലുകൾ ലോക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരാളാണ്, ഈ ഫോർമുലകളിൽ മാറ്റം വരുത്താൻ അധികാരമുള്ള ഒരാളാണെങ്കിൽ മാത്രം നമുക്ക് അൺപ്രൊട്ടക്ട് ഷീറ്റിലേക്ക് പോവാം. അപ്പോൾ പാസ്വേഡ് അറിയാവുന്നവർക്ക് പാസ്വേഡ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് 3 ലെവൽ പ്രൊട്ടക്ഷൻസ് നമുക്ക് എക്സൽ നമുക്ക് ഫീച്ചേഴ്സായിട്ട് തരുന്നത്. തീർച്ചയായിട്ടും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം ഈ ഫയലുകൾ പലർക്കും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ ഫോർമുലകളും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോരുത്തരും കയറിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ വീണ്ടും പണിയേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഫീച്ചറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കാം. അടുത്ത സെഷനിൽ മറ്റൊരു ഫീച്ചറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.